ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മുടെ റെനോ പുതിയ ട്രൈബർ ഫേസ് ലിഫ്റ്റ് ഇറക്കിയിട്ട് ഇപ്പോൾ അധികം കാലമൊന്നും ആയിട്ടില്ല. ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ഈ വണ്ടി മൊത്തത്തിൽ ഒന്ന് മോഡേൺ ആക്കി കുറച്ച് ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ പുതുക്കി ഒന്ന് റിഫ്രഷ് ചെയ്ത് ഇറക്കിയതാണ്. അല്ലാണ്ട് ഭയങ്കര വലിയ വ്യത്യാസമൊന്നും ഇതിൻ്റെ അകത്തും ഇല്ലായിരുന്നു, പ്രത്യേകിച്ച് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഇൻറ്റീരിയർ ലേഔട്ടിലും ഒക്കെ. ഏതായാലും ഇപ്പോൾ നിസാൻ ഈ വാഹനത്തിൻ്റെ ഒരു വേർഷൻ ഇറക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതവർ കുറച്ച് കാലം മുന്നേ, അതായത് ഈ വർഷം പകുതിയൊക്കെ ആയപ്പോൾ നമ്മുടെ മറ്റേ ടെക്ടോൺ പേര് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ ഈ വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു വണ്ടിയുടെ പ്ലാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഡ്രൈവർ ബേസ് ചെയ്തിട്ടുള്ള ഒരു റീബാസ്റ്റ് വണ്ടി ഇറക്കും എന്നുള്ളത്. പക്ഷേ ഏതായാലും ഇപ്പോൾ വണ്ടി ഏകദേശം എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡെബ്യൂ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് എക്സ്റ്റീരിയർ ഡിസൈൻ മാത്രമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ജാനുവരി 2026 ഈ വാഹനത്തിൻ്റെ ഫുൾ ഡെബ്യൂ ഉണ്ടാവും. ആൻഡ് 2026 മാർച്ചിലാണ് ഇതിൻ്റെ പ്രൈസ് അനൗൺസ്മെൻറ്റും അതുപോലെ ഡെലിവറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നത്. അത്രയും ലേറ്റ് ആക്കണമായിരുന്നു എന്ന് എനിക്കൊരു ചോദ്യമുണ്ട്. കാരണം ഓൾറെഡി ഇപ്പോൾ ഈ വണ്ടി മാർക്കറ്റിലുണ്ട്, ഡ്രൈവർ തന്നെയാണിത്, അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഫ്രണ്ട് ഡിസൈനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവർ ടീസ് ചെയ്തിരിക്കുന്ന ഇമേജസ് വെച്ച് നോക്കുമ്പം പക്ക ഡ്രൈവർ എന്താണോ അത് തന്നെയാണ്. പിന്നെ കുറച്ച് നിസാൻ ഫ്ലെയർ ആഡ് ചെയ്ത് അവർ കുറച്ചൊന്ന് ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ട്വീക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. നിസാൻ്റെ പുതിയ ലോഗോ വന്നിട്ടുണ്ട്, അതുപോലെ ഹെഡ് ലാംപ്സ് നിങ്ങൾക്ക് കാണും. അതിനൊന്നും സിലോട്ടിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പം ടീസ് ചെയ്തിരിക്കുന്ന ഇമേജസ് ആണ്. ഞാൻ വേണമെങ്കിൽ ഇതുമായിട്ട് അടിസ്ഥാനപ്പെട്ടിട്ടുള്ള റെൻഡേഴ്സ് കാണിച്ചുതരാം, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഡിസൈനിൻ്റെ ഒരു ഐഡിയ കിട്ടും. പക്ഷെ എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ഇരിക്കാൻ പോകുന്നത്. DRLസിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് അവർ മാറ്റിയിട്ടുണ്ട്. അതുപോലെ നടുവിൽ DRLസ് കണക്ട് ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഡ്രൈവറിൽ കണ്ടിട്ടില്ല, പുതിയ ഫേസ് ലിഫ്റ്റിലാണെങ്കിൽ പോലും. പിന്നെ ഇതിൻ്റെ ഗ്രില്ലിന് ഇത്തിരി വലുപ്പം കൂടുതലുണ്ട്. ഡ്രൈവർ ജസ്റ്റ് ഹെഡ് ലാംപ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ പോലത്തെ ഒരു ബ്ലാക്ക് ഗ്ലോസി ഗ്രില്ലാണ് വരുന്നത്. പക്ഷേ ഇത് ഗ്ലോസി ആണെങ്കിലും അത് കുറച്ചുകൊണ്ട് താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ആ ഒരു ഫോഗ് ലാംപ്സ് പോലെ ഇരിക്കുന്ന ഒരു ഏരിയയുടെ അവിടെ മൊത്തത്തിലൊരു സിൽവർ ആക്സെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ താഴെ സിൽവർ സ്കിറ്റ് പ്ലേറ്റും വന്നിട്ടുണ്ട്. ആൻഡ് എൻ്റെ താഴത്തായിട്ട് ഫോഗ് ലാംപ്സും വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. അവർ ഫ്രണ്ടിൽ ഗ്രാവൈറ്റ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ പേര് ഗ്രാവൈറ്റ് എന്നാണ്. എനിക്ക് അതത്ര നെസസറി ആയിട്ട് തോന്നിയില്ല. ഇപ്പോൾ ടെക്ടോണിലാണെങ്കിൽ അവരെങ്ങനെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സിയറിൽ ടാറ്റ ഇപ്പോൾ പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര വലുതല്ല, ഒരു സട്ടൽ രീതിയിൽ എഴുതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു ഫ്രണ്ടിൽ ബാഡ്ജിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ബട്ട് എനിവേ അത് ജസ്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇനി റിയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ അഗൈൻ ഇതാണ് ഇവരിപ്പോൾ ടീസ് ചെയ്തിരിക്കുന്ന ഇമേജസ്. ആൻഡ് പക്ക എന്താണ് നമ്മൾ ഡ്രൈവറിൽ കണ്ടത് അത് തന്നെയാണ് ഈ വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. റിയർ വൈപ്പർ, വാഷർ, ഡീപവർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് അഗൈൻ അതിൻ്റെ സെയിം സിലൗട്ടും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ ആകപ്പാടെ അകത്തുള്ള എലമെൻറ്റ്സ്, ഇപ്പോൾ പുതിയ ഡ്രൈവർ വന്നപ്പോൾ തന്നെ അത് അവർ മൊത്തത്തിലൊരു ബ്ലാക്ക് ഡോട്ട് ടെയിൽ ലാംപ്സ് ആക്കിയായിരുന്നു. ഇതിനകത്തേക്ക് വന്നപ്പോഴേക്കും അതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ്, ലൈറ്റിങ്, അതുപോലെ LED സ്ട്രിപ്പ് സാധനങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസം കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. പിന്നെ നടുവിൽ ടെയിൽ ലാംപ്സ് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നിസാൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ആൻഡ് ഗ്രാവൈറ്റിൻ്റെ ബാഡ്ജിങ് നമുക്ക് ബാക്കിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ബമ്പറിൻ്റെ താഴെ കണ്ടതുപോലെയുള്ള വളരെ തിക്കായിട്ടുള്ള സിൽവർ ഇൻസേർട്ട്സ് ഒരു ബാക്കിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജിലായിട്ട് നമുക്ക് സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് താഴെ ബമ്പറിലായിട്ട് കാണാം. പിന്നെ റിഫ്ലക്റ്റേഴ്സും കാണാം. ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ ത്രൂ ഔട്ട് ബ്ലാക്ക് ക്ലാഡിംഗ് ഒക്കെ പോകുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഡ്രൈവറിലും കണ്ടിട്ടുള്ളതാണ്. അലോയ് വീൽസിൻ്റെ ഡിസൈനിലും ഈ വാഹനത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഡ്രൈവറിൽ നമുക്ക് 15 ഇഞ്ചാണ് കിട്ടുന്നത്. ആക്ച്വലി അലോയ് വീൽസ് അല്ല ഡ്രൈവറിൽ കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ഒരു സാധാരണ സ്റ്റൈലൈസ്ഡ് സ്റ്റീൽ വീൽസ് എന്ന് പറയാം. റേറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ റെനോ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. ഈ വണ്ടിയിൽ ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. കാരണം ഇത് ബേസിക്കലി ഡ്രൈവർ തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ഇനി എന്തെങ്കിലും പ്രീമിയം ആയിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. വേണമെങ്കിൽ നിസാന് കൊടുക്കാം. അവർ ഈ വണ്ടി ആദ്യം അനൗൺസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നത് ഡ്രൈവറിലും കുറച്ചും കൂടി ഒരു പ്രീമിയം ഓൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കും അവർ ഈ വാഹനം വെക്കുന്നതാണ്. പക്ഷെ അങ്ങനെ പ്രീമിയം ആയിട്ട് വെക്കണമെങ്കിൽ ഇങ്ങനെ അവിടെ എവിടെയും കുറച്ച് ഡിസൈൻ ഒന്ന് തോണ്ടി മാറ്റിയിട്ട് കാര്യമില്ല. കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടെ കൊടുക്കുകയാണെങ്കിലാണ് നമുക്ക് പ്രീമിയം എന്നുള്ള രീതിയിലെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്രൈവറിൽ നമുക്ക് ഇപ്പോഴും മാനുവൽ AC ആണ് കിട്ടുന്നത്, ഓട്ടോ AC കിട്ടുന്നില്ല. അത് മാറ്റാം. അതുപോലെ 360 ക്യാമറ അവർ മാഗ്നൈറ്റിലും അതുപോലെ കൈകളിലും എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പ്രീമിയം അപ്പീൽ ഈ വാഹനത്തിന് കിട്ടും. പിന്നെ ഇൻറ്റീരിയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണെന്നുള്ളവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഡാഷ്ബോർഡിലോട്ടൊക്കെ മിക്കവാറും സെയിം ആയിരിക്കും. ആകപ്പാടെ നിസാൻ്റെ ബാഡ്ജിങ് വരും. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാഗ്നൈറ്റിൽ കൊടുത്ത പോലെ കുറച്ച് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസിൻ്റെ അകത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഡ്രൈവറിൽ കംപ്ലീറ്റ്ലി ഹാർഡ് ടച്ച് മെറ്റീരിയൽസ് ആണ് വരുന്നത്. ആൻഡ് അത്ര പ്രീമിയം ആയിട്ടുള്ളൊരു ക്യാബിനായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഈവൻ ഫേസ് ലിഫ്റ്റ് വണ്ടി എടുക്കുകയാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. അതൊന്നും മാറ്റി കുറച്ച് പ്രീമിയം ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഡാഷ്ബോർഡിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ, ആൻഡ് കളർ തീം മാറ്റി പിടിക്കാം. മാഗ്നൈറ്റിൽ ഒരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ചിൻ്റെ ഒരു തീമാണ് കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു പരിപാടി ആയേനെ. അത് ഇൻറ്റീരിയർ അവർ ഇതുവരെ കാണിക്കാത്തതുകൊണ്ട് നമുക്കറിയില്ല എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്.
ബാക്കി ഫീച്ചേഴ്സൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. 7 ഇഞ്ചസിൻ്റെ ക്ലസ്റ്റർ വരുന്നുണ്ട്, അതുപോലെ 8 ഇഞ്ചസിന് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതിൽ തന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, പിന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ ഉണ്ടാവും, അതുപോലെ സെൻട്രൽ ലോക്കിംഗ്, 4 പവർ വിൻഡോസ്, 6 എയർ ബാഗ്സ്, ABS with EBD, ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസേഴ്സ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഫ്രണ്ടിലത്തെ സീറ്റിന് അതായത് ഡ്രൈവർ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സൊക്കെയാണ് ഈ വാഹനത്തിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം ഒന്നും ഇപ്പോൾ ഞാനായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം ട്രൈബറാണ്, 2019 വന്ന വണ്ടിയാണ്. ആൻഡ് അതിൻ്റെ സ്പേസ് മാനേജ്മെൻറ്റ് തന്നെ ഒരു സബ് 4 മീറ്റർ വണ്ടി എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ നോക്കുമ്പം ഗംഭീരമായിരുന്നു. കാരണം സെക്കൻഡ് റോ ആണെങ്കിലും തേർഡ് റോ ആണെങ്കിലും നമ്മളൊന്ന് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റും. പിന്നെ സീറ്റ്സ് സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് നമുക്കിപ്പോൾ തേർഡ് റോ അധികം യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് റോയിൽ സീറ്റ്സ് മാക്സിമം ബാക്കിലോട്ട് സ്ലൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് റോയിൽ ഇഷ്ടംപോലെ സ്ഥലമാണ്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ്സ് ഈ വാഹനത്തിനുണ്ട്. പിന്നെ തേർഡ് റോയിലെ സീറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഊരി മാറ്റി വയ്ക്കാനുള്ളൊരു ഓപ്ഷനും 2019 മുതൽ ട്രൈബറിൽ വരുന്നുണ്ട്. സോ ഇതൊക്കെ ഈ വാഹനത്തിന് അത്യാവശ്യം ഫ്ലെക്സിബിൾ ആക്കുന്ന ഫീച്ചേഴ്സാണ്. ഇതൊക്കെ തീർച്ചയായും നിസാൻ്റെ ഗ്രാവൈറ്റിലും ഉണ്ടാവും. ഇനി എന്തിനാണ് ഇവരിങ്ങനെ ഒരു വണ്ടി ഇറക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. ആകെപ്പാട് ഇപ്പോൾ മാഗ്നൈറ്റ് മാത്രമേ നിസാൻ വിൽക്കുന്നുള്ളൂ. അത് തന്നെ കൈകർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു. മാഗ്നൈറ്റാണ് ആദ്യം വന്നതെന്ന് മാത്രം. ഇത് ഒറിജിനലി ഡാറ്റ്സൺ ബ്രാൻഡിൻ്റെ അണ്ടറിൽ ഡെവലപ്പ് ചെയ്തിരുന്നൊരു വണ്ടിയാണ്. അത് പിന്നെ നിസാൻ മാഗ്നൈറ്റായിട്ട് ഇറക്കി, പിന്നെ റെനോ കൈകാരായിട്ട് ഇറക്കി. അതിന് മുന്നേ CMF പ്ലസ്, അതായത് ഈ സെയിം പ്ലാറ്റ്ഫോമിലാണ് ട്രൈബർ 2019 വന്നത്. സോ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു SUV എന്നുള്ള രീതിയിലാണ് അവർ മാഗ്നൈറ്റും കൈകറും രണ്ടും ഡെവലപ്പ് ചെയ്തത്. പിന്നെ നിസാൻ ആണെങ്കിലും മാഗ്നൈറ്റ് കഴിഞ്ഞവർ ഇറക്കിയ എക്സ്ട്രയിൽ പക്കാ ഫ്ലോപ്പായിരുന്നു. അതിപ്പോൾ നമുക്കാരും കുറ്റം പോലും പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ പ്രൈസിങ്, എഞ്ചിൻ ഓപ്ഷൻസ്, ഫീച്ചേഴ്സ് എല്ലാം നോക്കുകയാണെങ്കിലും ഒരിക്കലും അതിൻ്റെ പ്രൈസ് പോയിൻ്റ് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആരും വാങ്ങിയതുമില്ല. ഇനി പിന്നെ വരാനുള്ളത് ടെക്ടോൺ എന്ന് പറഞ്ഞൊരു SUV ആണ്, ഡസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ളത്. പക്ഷേ രണ്ടുപേരും കൂടി ഡെവലപ്പ് ചെയ്താണെന്ന് പറയാം. ഏതായാലും ആ വണ്ടിയും കൂടെ വരുന്നതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് റീബാഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും ഇത് ഇറക്കിയത്. ബാക്കി എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതും സെയിം തന്നെയാണ്. അതായത് നമുക്ക് 1 ലിറ്റർ എണ്ണ പെട്രോൾ എഞ്ചിനാണ് കിട്ടുന്നത്, 72 bhp, 96 Nm ടോർക്ക്, 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് AMT ഓട്ടോമാറ്റിക്. ഇതാണ് പവർ ട്രെയിൻ ഓപ്ഷൻസ് വരുന്നത്. സെയിം നമ്മുടെ ഡ്രൈവറിൻ്റെ തന്നെയാണ്. ഇനി ഇവർ പണ്ട് മുതൽ റീബാഡ് ചെയ്ത് ഇറക്കുമ്പോൾ അതിൽ അത്യാവശ്യം ഒരു യുണീക്നെസ് ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ചില വണ്ടികൾ ഒഴിക്കും, ഇപ്പോൾ നിസാൻ സണ്ണി, റെനോ സ്കാല, അതുപോലെ തന്നെ പിന്നെ ഒന്ന് നിസാൻ മൈക്രയും റെനോ പൾസും. അതായത് നിസാൻ്റെ വണ്ടികളെടുത്ത് റെനോ റീബാഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നിസാൻ റെനോയുടെ വണ്ടികളെടുത്ത് റീബാഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പണ്ട് വന്ന ഡസ്റ്ററും ടെറാനോ നോക്കുകയാണെങ്കിൽ രണ്ടും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രൈബറും ഗ്രാവൈറ്റും തമ്മിൽ കാണുന്ന അത്രയും സിമിലാരിറ്റി ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് വന്നിപ്പോൾ നമുക്ക് കിട്ടുന്ന കൈകർ മാഗ്നൈറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ രണ്ടും തമ്മിൽ ഡിസൈൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്, ഇൻറ്റീരിയറിലാണെങ്കിലും എക്സ്റ്റീരിയറിലാണെങ്കിലും. അതുപോലത്തെ ഒരു അപ്രോച്ച് നിസാൻ പിടിച്ചിട്ട് ഈ വണ്ടി ബേസ് ചെയ്തിട്ടുള്ള വേറൊരു വണ്ടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് നല്ലൊരു ഇതായേനെ. കാരണം അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടിയേനെ. ഇതിപ്പോൾ ജസ്റ്റ് ആൾക്കാർക്ക് നിസാൻ വേണമെങ്കിൽ നിസാൻ, ട്രൈബർ വേണമെങ്കിൽ ട്രൈബർ, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല, ഏത് കമ്പനി വേണമെങ്കിൽ ചൂസ് ചെയ്യുമെന്ന് പറയുന്ന പോലെ ആയിപ്പോയി, ടൊയോട്ടയുടെയും സുസുക്കിയുടെയും റീബാഡ്ജിങ് പോലെ. അതുകൊണ്ട് എനിക്ക് അതിനോട് അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു. എനിവേ, എന്താണ് നിങ്ങൾക്ക് ഇതിലുള്ള അഭിപ്രായം എന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.